ആന്റോ അഗസ്റ്റിൻ SITക്ക് ആശ്വാസമാണ്. എന്തൊക്കെയായിരുന്നു ഇല്ലേ? മലപ്പുറം കത്തി അമ്പും വില്ലും എല്ലാ ഹതാഹുവ എന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ്. ഹൈക്കോടതി എല്ലായിടത്തും തോട്ടിക്കളഞ്ഞു. എത്ര നാളായിരുന്നു. ഇന്നത്തെ കേരളത്തിലെ മാധ്യമങ്ങളിൽ 8 മണി ചർച്ച നോക്കുകയാണ്. ഇന്ന് കുഞ്ഞികൃഷ്ണൻ്റെ പുറകെ പോയിട്ടോ, കുറച്ച് ദിവസങ്ങളായി കുഞ്ഞികൃഷ്ണൻ്റെ പുറകെയാണ്. കാരണം ഇത് വിട്ടു, കാരണം ഇതിനി അതിന് മുതലെടുക്കാൻ പറ്റുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പഞ്ചായത്ത് ഇലക്ഷന് മുൻപ് പഞ്ചായത്ത് ഇലക്ഷന് ശേഷം എന്താണ് സംഭവിച്ചത്? പഞ്ചായത്ത് ഇലക്ഷന് മുമ്പൊക്കെ എന്തൊക്കെയായിരുന്നു കഥ? ഇത് സഖാക്കളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കയറ്റിയത്, അവിടെ കൊള്ള നടത്തിയത് സഖാക്കൾ മാത്രമാണ്. എന്തൊക്കെ വർത്താനായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇന്ന് ഹൈക്കോടതി എന്താ പറഞ്ഞത്? SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസം അല്ലേ? SITയെ നിയന്ത്രിക്കുന്നത് ഹൈക്കോടതിയാണ്, ഇത് പാർട്ടിയല്ല, ഹൈക്കോടതിയാണ് നിയന്ത്രിക്കുന്നത്. എന്താണ് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിൽ പ്രശ്നമില്ല. ഇത് വളരെ സങ്കീർണമായ കേസാണ്. ഇത് അന്വേഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സമയം കൊടുക്കണം. എന്തൊക്കെയായിരുന്നല്ലേ പ്രതിപക്ഷം പറഞ്ഞ എന്തൊക്കെയാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു, SITനെ സമ്മർദ്ദത്തിലാക്കുന്നു, മുഖ്യമന്ത്രി SITയെ നിയന്ത്രിക്കുന്നു. എന്നാൽ SITക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, എല്ലാം സർക്കാർ ഇടപെടുകയാണ്. എല്ലായിടത്തും തോട്ടിക്കളഞ്ഞില്ലേ? ഈ പറഞ്ഞ പ്രതിപക്ഷം പറഞ്ഞ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞു. CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് എങ്ങാനും CBI അന്വേഷണം വന്നായിരുന്നെങ്കിലുണ്ടല്ലോ, ഇവരുടെ AICC സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ പോയ വഴിക്ക് പുല്ല് മുളക്കില്ലായിരുന്നു. മനസ്സിലായില്ലേ? അന്ന് വലിയ തള്ളായിരുന്നു. SIT ഏത്? CBI അന്വേഷണം വേണം, CBI അന്വേഷണം വേണം. BJP പറയുന്നതിനേക്കാളും കൂടുതൽ ആവേശത്തിലായിരുന്നു CBI അന്വേഷണം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ ഒരു സംഭവമേ വേണ്ടല്ലോ. ഇപ്പോൾ CBI അന്വേഷണം വേണ്ട, ഇപ്പം അന്വേഷണം തന്നെ വേണ്ട. ഇപ്പം എന്താണ്? ഇന്ന് വരെ നിയമസഭാ കവാടത്തിന് മുന്നിൽ അകത്തും സമരം പുറത്തും സമരം. സ്പീക്കർക്ക് പോലും അവിടെ ഇരിക്കാൻ പറ്റില്ല. സ്പീക്കർക്ക് പോലും അടി കിട്ടുന്ന അവസ്ഥയാണ്. ശബരിമലയിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത്. എന്നാൽ ലേശം അഭിമാനബോധം ഉള്ളിലുണ്ടെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് സോണിയാഗാന്ധിയെ കണ്ടതെന്നൊന്ന് പറഞ്ഞുകൂടെ? എന്തിനാണ് അടൂർ പ്രകാശിനെ കണ്ടതെന്നും, എന്തിനാണ് ആന്റോ ആന്റണിയെ കണ്ടതെന്നും, എന്തിനാണ് തിരുവനന്തപുരം ഡൽഹിയിൽ പോയത് സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയെന്നും, എന്തിനാണ് ഗോവർദ്ധനെ കൂട്ടിയിട്ട് വന്നതെന്നും, എന്ത് ഗിഫ്റ്റാണ് മേടിച്ചതെന്നും അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഉളുപ്പും മാനം ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? മിണ്ടുന്നില്ലല്ലോ, ഒരക്ഷരം മിണ്ടുന്നില്ല. എന്നിട്ട് എന്താ പറയുന്നത്? അയ്യോ സ്വർണ്ണക്കൊള്ള. ഇപ്പം അറിഞ്ഞു വരുമ്പോൾ എന്താ? ആരാ ഉണ്ണികൃഷ്ണൻ പോറ്റിയത് അവിടെ കയറ്റിയത്? കോൺഗ്രസ്. കൊടിമരം മാറ്റിയപ്പോൾ ആരായിരുന്നു? കോൺഗ്രസ്. എല്ലാ സംവിധാനത്തിൻ്റെയും തലപ്പത്താരായിരുന്നു? കോൺഗ്രസ്. എന്നിട്ട് ഇപ്പം പറയുകയാണ് അയ്യോ അതെല്ലാം സഖാക്കളാണ്. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് സഖാക്കളും പഞ്ചായത്ത് ഇലക്ഷന് ശേഷം കോൺഗ്രസും. അങ്ങനെ കണക്കാക്കിയാൽ മതി. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ആ കേസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് വേറൊരു കാര്യം എന്താ അറിയോ? അന്ന് ഈ അറസ്റ്റൊക്കെ നടന്ന സമയത്ത് എന്താ അറിയോ? ഈ പിണറായി വിജയനെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. എല്ലാം ആരുടെ നേതൃത്വത്തിലാണ്? ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ്. ഹൈക്കോടതി അന്വേഷിക്കുന്നതുകൊണ്ട് മാത്രമാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സോണിയാഗാന്ധിൻ്റെ കേസും ഈ പറയുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കേസും ഈ പറഞ്ഞ അജിത് തറയിലെ കേസൊക്കെ വന്ന സമയത്തൊക്കെ എന്താ പറയുന്നറിയോ? അല്ലല്ല ഇപ്പോൾ പിണറായി വിജയനാണ്. ഇങ്ങനെ മാറാൻ പറ്റുമെന്നേ? ഓന്ത് പോലും ഇതിനേക്കാളും ഡീസൻ്റായിട്ട് മാറും. കുറച്ച് സമയമെങ്കിലും എടുക്കും മാറാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റ് സമയം എടുക്കും ഓന്ത്. ഇത് അതിനേക്കാൾ സ്പീഡിലാണ് പ്രതിപക്ഷം മാറിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് വന്നിട്ട് അകത്ത് സമരം പുറത്ത് സമരം. എന്നിട്ട് VN വാസവൻ രാജിവെക്കണം. VN വാസവൻ എന്താ തെറ്റ് ചെയ്തതെന്ന് പറയാൻ പോലുള്ള ബാധ്യസ്ഥ ഇവർക്കില്ലേ? എന്താ ചെയ്തത്? എന്താണ് VS വാസവൻ എന്തിന് രാജിവെക്കണം എന്ന് പറയാൻ പോലും ഇല്ല. അപ്പം എന്താണ്? അത് വിട്ടുകിട്ടോ. അതിൽ നിന്ന് കിട്ടേണ്ട മുതലെടുപ്പിൻ്റെ അവസാനം കേരളത്തിൽ ഇവരുടെ കൂടെ വെക്കുന്ന മാധ്യമങ്ങൾക്ക് മനസ്സിലായിട്ടോ. അപ്പോൾ അടുത്ത സംവിധാനത്തെ കൊണ്ടുവരികയാണ്. അപ്പോഴത്തേക്കും കുഞ്ഞികൃഷ്ണനെ കൊണ്ടിരുന്നു, കുഞ്ഞികൃഷ്ണനെ മുന്നോട്ട് വെക്കുന്നു. അവിടുത്തെ സഖാക്കളെ കൊള്ള ഈ കൊള്ള ഏകദേശം പൊളിഞ്ഞ് വീണു. അപ്പോഴാണ് അടുത്ത സഖാക്കളെ കൊള്ള എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ, എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതെന്ന്. കേരളത്തിലെ ഒരു സംവിധാനങ്ങൾ എങ്ങനെ അധികാരം പിടിക്കാം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഏത് രീതിയിൽ എങ്ങനെ അധികാരത്തിൽ വരാം? ഇനി 60-70 ദിവസമുണ്ട്. ഈ 70 ദിവസം എങ്ങനെ അധികാരത്തിൽ വരാം? അതിന് മാർഗ്ഗം ഉപയോഗിക്കാം കേട്ടോ, ഏത് മാർഗ്ഗം ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 9-10 വർഷം ഇടതുപക്ഷ സർക്കാർ ഭരിച്ചിട്ട് ഈ സർക്കാരിനെതിരെ ശക്തമായൊരു നിലപാട് സ്വീകരിച്ച് ഓരോ ദിവസവും ഓരോ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ പറ്റുന്ന സംവിധാനമല്ല. അവസാനത്തെ നിയമസഭാ സമ്മേളനമാണ് നടക്കുന്നത്. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് ഓരോ ദിവസവും ഓരോ അടിയന്തര പ്രമേയമാണ്. അഴിമതിക്ക്, സോളാർ വിഷയം, നമ്മുടെ ബാർക്കോഴ, എത്രയാണ് കടുംപെട്ടി ക്യാബിനറ്റ്, തണ്ണീർത്തട നികത്തൽ, എന്തൊക്കെയായിരുന്നു? ഓരോ ദിവസവും ഓരോ അടിയന്തര പ്രമേയമായിരുന്നു. ഇപ്പം എന്തേ പറ്റാത്തേ? ഒരു ശബരിമലയെ തൂങ്ങിയിട്ട് എത്ര നാളായി? അത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്നില്ല, ചർച്ചയ്ക്ക് എടുക്കുന്നുമില്ല. ഇത് എടുത്താനുള്ള പ്രശ്നം എന്താ അറിയോ? എടുത്താൽ ഈ പറയുന്ന സോണിയാഗാന്ധിയെ പോയി കണ്ടത് എന്തിനാണെന്നും, ഈ പറയുന്ന കയ്യിൽ സ്വർണത്തിൻ്റെ ഏലസ് കെട്ടിക്കൊടുത്തത് എന്തിനാണെന്നും, ഈ പറഞ്ഞ ഗോവർദ്ധനെ കണ്ടത് എന്തിനാണെന്നും, ഉണ്ണികൃഷ്ണൻ പോറ്റിനെ കണ്ടത്, ഇവർ തമ്മിലുള്ള ബന്ധവും ഈ അടൂർ പ്രകാശിൻ്റെ ബന്ധവും ആന്റോ ആന്റണീൻ്റെ ബന്ധവും ഒക്കെ പറയേണ്ടി വരും.
അത് പറയില്ല. അത് പറയണ്ട. അത് ഉന്നയിക്കാതെ എന്ത് ചെയ്യും? അത് ഉന്നയിക്കാതെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള. ഇതിവർ അവസാനിപ്പിച്ചു. ഇനിയെങ്കിലും ഇത് അവസാനിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതെന്ത് ഹൈക്കോടതി മലയാള ഭാഷയിൽ മനസ്സിലാകുന്ന പോലെ പറഞ്ഞു. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമരം ഉണ്ടല്ലോ. ഇന്ന് നിയമസഭയുടെ പുറത്ത് 2 MLA-മാർ നിരാഹാര സത്യാഗ്രഹം കിടക്കുന്ന ആർക്കെതിരെയാണെന്നറിയോ? ഹൈക്കോടതിക്കെതിരെയാണ്. ഹൈക്കോടതിയുടെ SIT ആണ്. മനസ്സിലായി? ഇത് നിയന്ത്രിക്കുന്നത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് വേറെ ഒന്നുമില്ലല്ലോ. അത് അവസാനിച്ചില്ലേ? ഇന്നെങ്കിലും ആ സമരം ഇപ്പം അവസാനിപ്പിക്കണ്ടേ? അവസാനിപ്പിക്കുന്നുണ്ടോ? നാളെയോ? നാളെ ഇത് തന്നെ പൊക്കി പിടിച്ചുകൊണ്ട് വരും. എന്നിട്ട് പറയും പിണറായി വിജയൻ്റെ ഓഫീസ് ഇടപെടുന്നു. എന്ത് പിണറായി വിജയൻ്റെ ഓഫീസ് ഇടപെടുന്നു എന്നാണ്? മനസ്സിലായില്ല? അപ്പം അന്ന് പറഞ്ഞെന്താ ഈ പറയുന്ന പിന്നെ സംരക്ഷിക്കാനാണെങ്കിൽ ഈ പറഞ്ഞ സംരക്ഷിക്കാനുള്ള സംവിധാനം ഒന്നും സർക്കാർ വിചാരിച്ച് നടക്കൂലെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? അപ്പോൾ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം സിംഗിൾ ബെഞ്ച് പറഞ്ഞാൽ അപ്പം അത് സിംഗിൾ ബെഞ്ചിന് മുന്നിൽ വരുന്നത് എന്താണ്? സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ആ ജാമ്യാപേക്ഷ മാത്രമാണ്. അതിൻ്റെ വലിയ കമൻസ് മാത്രമാണ് അവിടെ പറയുന്നത്. സിംഗിൾ ബെഞ്ച്, ദേവസ്വം ബെഞ്ചുണ്ട്. ഈ കേസ് പൂർണ്ണമായിട്ട് അന്വേഷിക്കുന്ന ദേവസ്വം ബെഞ്ചുണ്ട്. അവരുടെ കയ്യിലാണ് കറക്റ്റായിട്ട് ഈ പറയുന്ന റിപ്പോർട്ട് കൊണ്ട് കൊടുക്കുന്നത്. അവർക്കാണ് ഇതിൻ്റെ പരിപരായികളും എങ്ങനെയാണ് അന്വേഷണം പോകുന്നതും ഏത് രീതിയിലാണ് അന്വേഷണം പോകുന്നതും ഒക്കെ പറയുന്നത്. ഇവരാരും പറഞ്ഞില്ലല്ലോ തന്ത്രിനെ അറസ്റ്റ് ചെയ്യുമെന്ന്. ഒരു പ്രതിപക്ഷം പറഞ്ഞില്ല, ഒരു BJP-യും പറയില്ല. അവർക്കത് വിഷയമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പത്മകുമാർ മാത്രമാണ് വിഷയം. കാരണം വേറെ ഒരു വിഷയമില്ലല്ലോ. എന്നാ പറയണ്ടേ? എന്നാൽ ഞാൻ പറയും ഇത്ര സത്യസന്ധമായിട്ട് അതിനെ ഡീൽ ചെയ്യുന്നെങ്കിൽ എന്തിനാ സോണിയാഗാന്ധിനെ കണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനെക്കുറിച്ച് പറയില്ലല്ലോ. അപ്പോൾ ഇന്നലെ ഒരു AI-ൻ്റെ ഒരു റീല് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കൂടെ എന്നെ പിടിച്ച് ജയിലിലിടുമെന്ന് സോണിയാഗാന്ധി ചോദിക്കുന്നുണ്ട്. കാരണം സമരം നടത്തുന്ന ആർക്കെതിരെയാ? ഈ പ്രത്യക്ഷമായിട്ട് സർക്കാരിനെതിരെയാണെങ്കിലും അത് പോയി കൊള്ളുന്നത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ആണെന്ന് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാക്കിയാൽ അത് കൊള്ളാം. ഓക്കെ. Meet the editors.